നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത് നിങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ ഒരു മൊമെന്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു സെപ്പറേഷനിലാണ്. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു റിയാലിറ്റി അവരുടെ മനസ്സിൽ തെളിയുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിയൽ ലവ് എത്രത്തോളം അവരുടെ ലൈഫിൽ അവർക്ക് അവർക്ക് പോസിറ്റിവിറ്റീസ് കൊടുത്തിരുന്നു, അവരുടെ ലൈഫിൽ എത്രമാത്രം ചേഞ്ചസ് വരുത്തിയിരുന്നു എന്ന് ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂ, ഫിനാൻഷ്യൽ ഇഷ്യൂ, അങ്ങനെ ഏതോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റ് ആൾക്കാർ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഈ പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അവരവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പലപ്പോഴും നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവരുടെ റിയൽ ലവ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ദെൻ തീർച്ചയായിട്ടും അവർക്ക് ഉറച്ചുള്ള ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല. പല കാര്യങ്ങളും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ചില സമയങ്ങളിൽ അവർ എല്ലാ ഈ പ്രതിബന്ധങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്ക് എന്തൊക്കെയോ ചില തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ കാണുന്നുണ്ട്. ആ തടസ്സങ്ങളെ അവർക്ക് ഒപ്പോസ് ചെയ്യരുത്. അതിന് അവർ ചിലപ്പോൾ ഫാമിലിയുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഓവർ ആയത് കൊണ്ടായിരിക്കാം തന്നെ അവർക്ക് മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് ഇംബാലൻസ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. അവർക്ക് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. ചില സമയങ്ങളിൽ അവർ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിലും അടുത്ത മൊമെന്റിൽ അവർക്ക് അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ കാണുന്നുണ്ട്. അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. മനസ്സുകൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ അരികിലാണ്, നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവർക്ക് അത് റിയാലിറ്റിയിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. മേ ബി ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഡിവൈനായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സെയിം ഫീലിംഗ് ആയിട്ടാണ് കാണുന്നത്. ഒരുപാട് ഇമോഷണലി നിങ്ങൾ അപ്സെറ്റ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് വളരെ അധികമാണ്. നിങ്ങളെ യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രണയമാണ്. അവർക്ക് പലപ്പോഴും ആ ഒരു കാര്യം നിങ്ങളോട് എത്രമാത്രമാണ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതെന്നോ എത്രമാത്രമാണ് അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നതെന്നോ പറയാൻ കഴിയുന്നില്ല. അത്രമാത്രം ഒരു ഡീപ്പ് ഫീലിംഗ് ആണ് അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ അവർക്കായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തതിൽ ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്ട്രെങ്ത് അവർക്ക് റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു വിക്ടറി നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഇവിടെ കാണുന്നുണ്ട്. അതിനുള്ള ഒരു ഏഞ്ചൽ സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. ആ ഒരു വിക്ടറി തന്നെയാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും. യെസ്, ഡെഫിനറ്റ്ലി നേരായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്താൻ ആ വ്യക്തിക്ക് കഴിയാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി ആ വ്യക്തിയെ മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോ നിങ്ങളിലേക്കുള്ള വാതിലുകൾ അടയ്ക്കപ്പെട്ട ഒരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ ആ വ്യക്തി ഒരു അഡ്ജസന്റ് പോസിബിലിറ്റി ആണ് ഇപ്പോൾ നോക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള മറ്റ് മാർഗങ്ങൾ ആ വ്യക്തി അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത്രമാത്രം ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളത്. എത്രമാത്രം സ്നേഹമാണോ അത്രമാത്രം സ്നേഹം തന്നെയാണ് ആ വ്യക്തിക്ക് ഉള്ളത്. രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേർക്കും ഉള്ള സ്നേഹം പരസ്പരം ഷെയർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. രണ്ടുപേരുടെയും മനസ്സിൽ വളരെ ആഴത്തിലുള്ള സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്.
കുറച്ച് പേരെങ്കിലും ഒരു സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം എനർജി ആണെന്ന് കാണുന്നുണ്ട്. ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് പലരും ഇപ്പോൾ ഉള്ളത്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ മെൻ്റലി ഒരുപാട് അപ്സെറ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ പല കാര്യങ്ങളും ഓർത്തിട്ട് നിങ്ങളിപ്പോഴും ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ആ ഒരു പാസ്റ്റ് ലൈഫിലേക്ക് പോകാണ്ട് നിങ്ങൾ റിയാലിറ്റിയിൽ അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവേണ്ട ഒരു സമയമാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഐ ലോസ്റ്റ് മൈ ട്രൂ ലവ്. തീർച്ചയായിട്ടും അവർക്കിപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവുന്ന ഒരു സമയമാണ്. ആ ഒരു യഥാർത്ഥ സ്നേഹമാണ് അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയത് എന്ന് അവർ പറയുന്നു. ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു. ഡെഫിനറ്റ്ലി നമ്മളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അവർ നിങ്ങൾക്കൊരു പ്രോമിസ് തരാൻ ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഐ തോട്ട് ദാറ്റ് ട്രൂ ലവ് ഡിഡ്ന്റ് എക്സിസ്റ്റ്. ഓക്കെ, വീണ്ടും അത് തന്നെയാണ് വരുന്നത്. അതായത് അവരുടെ യഥാർത്ഥ സ്നേഹം അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോയി. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല എന്ന് പോലും ആ വ്യക്തി ചിന്തിച്ചു പോകുന്നുണ്ട്. ആൻഡ് ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് സ്വപ്നങ്ങൾ കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് തന്നെയായിരിക്കും ആ വ്യക്തി ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നത്. ഓക്കെ, ദെൻ ഐ നീഡ് സ്പേസ്. ഇപ്പോൾ അവർക്ക് എന്തായാലും കുറച്ച് ടൈം കൊടുക്കണം എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു ആർ മൈ ട്വിൻ ഫ്ലെയിം. അവർ ഇപ്പോഴാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ട്വിൻ ഫ്ലെയിം അവർക്ക് ട്വിൻ ഫ്ലെയിം ആയിട്ട് അവർ നിങ്ങളെ കരുതുന്നുണ്ട്. അത്രമാത്രം ഒരു സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഐ മിസ് യു. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നൊരു സമയമാണ്. ആൻഡ് ഫൈനലി ഐ എം വാച്ചിങ് ഫ്രം ദി ഔട്ട്സൈഡ്. അവർ നിങ്ങളെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് വ്യക്തികൾ വഴിയോ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർ സ്പൈ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിയാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഓക്കെ.